നമ്മളെല്ലാവരും ടോക്കൺ നമ്പർ 7 എന്ന ചേട്ടൻ്റെ ഷോർട്ട് ഫിലിം കണ്ടു. ഇനി നമുക്കതിൻ്റെ റിവ്യൂ അറിയാം. ലിജോ സാർ, ടോക്കൺ നമ്പർ 7 ഈ ഫിലിമിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം വളരെ റിലവൻ്റ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. എസ്പെഷ്യലി ഇത് ഒരുപാട് പേര് ഇത് പല രീതിയിൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയം കൂടിയാണ്. അതായത് പത്മരാജൻ സാർ മുതൽ അങ്ങനെ ഒരുപാട് ആളുകൾ പല രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ് വളരെ നന്നായിട്ട്. എന്ന് വിചാരിച്ച് ഇതിന് ഒരു റിലവൻസ് ഇല്ല എന്നല്ല അതിനർത്ഥം. കാരണം അമ്മയെ ഉപേക്ഷിക്കുന്ന മകൻ എക്കാലത്തും റിലവൻ്റാണ്. വിഷയം പഴയതായിരിക്കും, പക്ഷേ ഉപേക്ഷിക്കുന്ന മകൻ റിലവൻ്റ് തന്നെയാണ് എപ്പോഴും. അത് മനസ്സിലാക്കേണ്ടുന്ന ആൾക്കാരും സൊസൈറ്റിയിലുണ്ട് ആക്ച്വലി. പക്ഷേ ടോക്കൺ നമ്പർ 7 എത്തിയപ്പോൾ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാമുള്ള ഇനീഷ്യൽ ഞാൻ ആകെ ഫിലിമിനകത്ത് എൻ്റയർ ഫിലിം കണ്ടിട്ട് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത ലാസ്റ്റ് 1 or 1.5 മിനിറ്റ് ഒരു പക്ഷേ ഉണ്ടാവുള്ളൂ ഫിലിമിനകത്ത്. അത് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഒരു പക്ഷേ ഇവരിറങ്ങി നടന്ന് അമ്മ സംസാരിച്ച് തുടങ്ങുന്നത് മുതൽ, അതായത് കൈ വിടുന്നതും വളരെ ഹാർഷായിട്ട് തന്നെ അമ്മ ഈ ക്വസ്റ്റ്യൻ മകന് നേരെ കൊടുക്കുന്നതും അത് കഴിഞ്ഞിട്ട് അതേ പൊസിഷനിൽ അയാൾ നിൽക്കുന്നതും ആ ഒരു പീസ് എനിക്ക് ശരിക്കും വർക്ക് ചെയ്തു. എനിക്ക് അത് ഇപ്പോൾ എടുത്ത് പറയേണ്ടുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമ്മയായിട്ട് അഭിനയിച്ച ചേച്ചിയുടെ പെർഫോമൻസ് തന്നെയാണ്. കാരണം അത് ഒരു മിനിറ്റുകളുള്ളെങ്കിലും വളരെ നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അവസാനത്തെ ഒരു മ്യൂസിക്കൽ ഒരു ആലാപിൻ്റെ ഒരു സപ്പോർട്ടും നന്നായി വന്നു എനിക്ക് തോന്നിയത്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലിജോ പറഞ്ഞതുപോലെ ഇത് തിങ്കളാഴ്ച നല്ല ദിവസം തൊട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ആ കൺസെപ്റ്റിന് കാലാനുഗതമായ മാറ്റം ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പണ്ട് ഇത് ഈ വെറുതെ വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റാണ്. കാരണം ഇതിന് ഇത്ര വിലയുണ്ട് എന്നത് ഇന്നത്തെ കാലത്തിൻ്റെ ടെക്നോളജി കൊടുത്ത ഒരു കാര്യമാണ്. അതിലെനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ കൃത്യം ഒരു ആങ്കറിങ് പോയിൻ്റ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. വയസ്സായ അമ്മയും അച്ഛനെയും ഓൾഡ് ഏജ് ഹോമിൽ തള്ളുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതിനെപ്പോലും വില കൊടുക്കും എന്നുള്ളത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ആ രീതിയിൽ എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നുന്നുണ്ട്. ജെയിംസ് സാർ അത് പറഞ്ഞപ്പോഴാണ് ടോക്കൺ നമ്പർ 7 സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന മെൽവിൻ ക്ലാർനെറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പുള്ളീനെയും കൂടെ ഡിസ്കഷനിലോട്ട് വിളിക്കാൻ തോന്നുന്നു. ഇവിടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇത് വളരെ കാലാനുഗതമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറയായിരുന്നു. കാരണം ഈ അവയവ വിൽപ്പന അതിൻ്റെ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത്. എങ്ങനെയൊരു സബ്ജക്റ്റിലേക്ക് വന്നത്? ഇത് മുമ്പ് എഴുതിയിട്ടില്ല. ഇത് ഞാൻ 90കളുടെ അവസാനത്തിൽ, കൃത്യമായി പറയുകയാണെങ്കിൽ 98 എഴുതിയ ഷോർട്ട് സ്റ്റോറിയാണ്. ഇതിൽ ഞാൻ പ്രധാനമായിട്ട് കണ്ട ഒരു സംഭവം നേരത്തെ ഡയറക്ടർ സൂചിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ നിലനിൽക്കുന്നത്, നമ്മുടെ വേര് എന്ന് പറയുന്നത് സത്യത്തിൽ അമ്മയാണ്. ആ അമ്മയെപ്പോലും മാർക്കറ്റിൽ പണത്തിനു വേണ്ടി, വെറുതെ അല്ല, നമ്മളൊരു ശല്യം ഒഴിവാക്കുക എന്നുള്ളതിനപ്പുറം നമ്മൾ പണത്തിന് വേണ്ടി വിൽക്കുക. കിഡ്നി, ഓരോ അവയവങ്ങളെയും നമ്മൾ വില പറഞ്ഞിട്ട് വിൽക്കുകയാണ്. മണലും പുഴയും ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. എല്ലാ അമ്മമാരും തീരുമാനം കഴിഞ്ഞു. നമ്മൾ ഭൂമിയുമായിട്ടുള്ള ബന്ധം മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് വിൽക്കാൻ പറ്റുന്നത് അമ്മയാണ്. ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജ് ഒരു പക്ഷേ നമ്മൾ നമ്മെ തന്നെ വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. ഈ കഥ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? എങ്ങനെ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം, ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് കുറേ നടക്കുന്നു. അപ്പം ധൈര്യമില്ലായ്മയായിരുന്നു സാധനം ചെയ്യാനുള്ളത്. അങ്ങനെ എനിക്ക് മാഷോട് പറഞ്ഞ് പല കഥകൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഒരു സമയത്താണ് മാഷ് ഒരു പുസ്തകം തന്നത്. പുസ്തകം വായിച്ചു നോക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. മാഷ് എഴുതിയ പുസ്തകമാണ് പറഞ്ഞിട്ട് വായിച്ചു നോക്കാൻ കൊണ്ടുപോയത്. ആ പുസ്തകത്തിൻ്റെ അകത്താണ് ഈ കഥ ഞാൻ വായിക്കുന്നത്, വിൽപ്പന എന്നൊരു കഥ. പക്ഷെ അത് വായിച്ചിട്ട് ശരിക്കും അന്നത്തെ ഒരു ദിവസം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇതിങ്ങനെ വായിച്ച ശേഷം മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അത് ഹൃദയത്തിൽ കോറി. അതെ, അങ്ങനെയും പറയാം. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും മാത്രമല്ല ഇനി സംഭവിക്കാൻ സാധ്യത ഉള്ളതും സംഭവിക്കാവുന്നതുമായൊരു കാര്യം ആയതുകൊണ്ടും ആണ് ശരിക്കും
എനിക്ക് പിന്നെ ലിജോ പറഞ്ഞ ആ ഒരു കാര്യം എനിക്കും വല്ലാതെ ഫീൽ ചെയ്തിരുന്നു. അതായത് ഭയങ്കര ഫോഴ്സ്ഡ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ കോണിയുടെ താഴെയുള്ള ഫ്രെയിമൊക്കെ നമുക്കിങ്ങനെ വളരെ ഞെരുങ്ങി ഇരിക്കുന്ന കോമ്പോസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചില വിയോജിപ്പുകൾ അല്ല, അത് ചില സമയത്ത് അത്തരത്തിലുള്ള ഷോട്ടുകൾ നമ്മൾ പറയുന്ന കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓട്ടോറിക്ഷ വരുന്ന ഷോട്ട്, അത് ആ വഴിയുടെ 100 മീറ്റർ അപ്പുറം മുതൽ ക്രോസ് ചെയ്യുന്ന വരെയുള്ള ഷോട്ട്, അത് എന്തുകൊണ്ടാണ് ഞാൻ എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ എന്തിനാണ് ആക്ച്വലി അത് യൂസ് ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും കാരണം മനസ്സിൽ വെച്ചിട്ടുണ്ടോ? അല്ല, ഇത് യൂസ് ചെയ്യാനായിട്ട് അതോ അവരുടെ ഒരു മാനസികാവസ്ഥയുമായിട്ട് തന്നെയാണ് ചെയ്തത് എന്നുള്ളത്. അതപ്പം ആ കഥ വായിച്ചപ്പം എനിക്ക് തോന്നിയ വിഷ്വൽസാണ്. ഇതിപ്പം ഒരു നിയമപ്രകാരമല്ല. അതിലൊന്നും നമ്മൾ അല്ല, ഞാൻ സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്ന എനിക്കുണ്ടാവുന്നത് താല്പര്യത്തോട് കൂടിയിട്ട് ആ സാധനം ഫ്രെയിമുകൾ ചെയ്തെന്നുള്ളത്. അയ്യോ, ഇപ്പോൾ ഇത് ആസ് എ കോൺസെപ്റ്റ് പുള്ളി പറഞ്ഞ കോൺസെപ്റ്റ് ഒരു വളരെ സോളിഡ് കോൺസെപ്റ്റ് തന്നെയാണ്. അതിൽ നിന്ന് കുറേ കൂടി പവർഫുള്ളായിട്ടൊരു പീസ് ഓഫ് വർക്ക് ഉണ്ടാക്കാമായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായം തോന്നുന്നുണ്ട്. ഇൻ ജനറൽ വിഷ്വലി അത് ക്രിയേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇനിയും കുറേ കൂടി പവർഫുൾ ആവാമായിരുന്നു അതിന് ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ വായിച്ചുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ആദ്യം അർത്ഥം മനസ്സിലായത് കൊണ്ടാണ്. പക്ഷേ അല്ല, ഞാൻ ഇപ്പം അവസാനത്തെ ഒരു മിനിറ്റിന് അല്ലെങ്കിൽ 1.5 മിനിറ്റിൽ ഉണ്ടാക്കിയ ഒരു ഇതുണ്ടല്ലോ, അത് ആദ്യം മുതലേ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാമായിരുന്ന ഒരു പീസ് ഉണ്ടായിരുന്നു എന്ന് തോന്നി എനിക്ക്. ആ സ്റ്റെപ്പ് കയറിപ്പോകുന്ന അമ്മ ആൻഡ് ദാറ്റ് കോമ്പോസിഷൻ വാസ് ലൈക്ക് 100 മാർക്സ്. അതായത് ഇയാൾ താഴെ നിൽക്കുന്നു, ഈ അമ്മയുടെ ഒരു ക്യാരക്ടറും ആ ഉയർന്ന് പോകുന്നു. അത് ആ ജോഗ്രഫിക്കലി അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം, ഇത് 6 മാസം ഷൂട്ടിങ് നീണ്ടുപോകാൻ കാരണം ആ സ്റ്റെപ്പ് കാണാനുള്ളൊരു നേർവഴിക്കായിരുന്നു. അതാദ്യം മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, അങ്ങനത്തെ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നോക്കിയിരുന്നു. ഒരു മാനസികമായിട്ടൊരു താല്പര്യം തോന്നുന്നു. കോമ്പോസിഷൻ വാസ് ബ്രില്യൻറ്റ്. പിന്നെ പുസ്തകം കഥ വായിച്ചപ്പോൾ ആദ്യം തന്നെ തീരുമാനിച്ചത് അവർ ആ സ്റ്റെപ്പ് ഇറങ്ങില്ല, ഒരു മഴയത്ത് സ്റ്റെപ്പ് ഇറങ്ങുന്ന അവരെ കാലിന് തുടങ്ങാൻ തന്നെയാണ് നേരത്തെ വിചാരിച്ചത്. അതൊരു ഇതായി നിന്നുപോയി, ബ്ലോക്ക് ചെയ്തുപോയി. ആദ്യം തന്നെ അങ്ങനെ ഒരു സംഭവം ബ്ലോക്ക് ചെയ്തുപോയി മെൻ്റലി. നമ്മൾ തന്നെ റെയിൻ നമ്മൾ സ്വന്തമായിട്ട് ആ എടുത്ത പണിക്കുള്ള റിസൾട്ട് സ്റ്റെപ്പ് തന്നുണ്ട്. സ്റ്റെപ്പ് തന്നുണ്ട്. എനിക്ക് തുടക്കത്തിൽ ആ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വിഷ്വലും ശരിക്കും ഒരു നനവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ ടൈറ്റിലിങ്ങിൽ വരുമ്പോൾ തന്നെ. അത് സ്റ്റെപ്പ് എന്തായാലും സ്റ്റെപ്പിന് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അതായത് പിന്നെ എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഡ്രാമ കയറി വരാമാകുന്ന ഒരുപാട് സാധ്യതകളുള്ളത്. ഇതിനകത്ത് ഡ്രാമ ഒന്നില്ല, അതാണ് എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. പെട്ടെന്ന് ഒരു മെലോ ഡ്രാമ ലെവലിലേക്കൊക്കെ പോകാവുന്ന കഥയാണ്, വിഷയമാണ്. വിഷയത്തെ വളരെ എന്താണ് ഒരു നോർമൽ ലെവലിൽ അപ്രോച്ച് ചെയ്തു. അതിനകത്തൊരു ഓവർ ഡ്രാമറ്റൈസേഷൻ ഉണ്ടായിരുന്നു. മേജർ റീസൺ ലൈക്ക് ഈ പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ടല്ലോ, നിലമ്പൂർ ഐഷ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഈ ആക്ട്രസിൻ്റെ ഒരു പവറാണ്. ശരിക്കും നമ്മളെ പഠിപ്പിക്കുമ്പോഴും ടീച്ചേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ലൈക്ക് ഞാനൊരു ലൈക്ക് ഞാൻ തിയേറ്ററിൽ നിന്ന് വന്ന ആളാണ്. ശരിക്കും നിലമ്പൂർ ഐഷ എന്നൊക്കെ പറഞ്ഞ ചരിത്രമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഇതുണ്ടായിട്ടല്ല, അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നതുമല്ല ഇങ്ങനെ. അതായത് ഒരു കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ വെച്ചാൽ മതി. ഒരിക്കലും നമ്മൾ എക്സിബിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻ ഇതാണെന്ന് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അത് പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും. ശരിക്കും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഫോമായത്. അല്ല, സാധാരണ ആ പടിയിലിരുന്ന് മറ്റേ സ്ത്രീയുടെ മരുമകളുടെ ഡയലോഗ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഒരു കണ്ണുകൊണ്ട് ജസ്റ്റ് ഒന്ന് അത് കരയാണെന്ന് പോലും തോന്നുന്നത്. കണ്ണിലൊരു കരണ്ടെടുക്കുന്ന പോലെ വളരെ സട്ടിലായിട്ടാണ് അവരുടെ സങ്കടത്തെ എക്സ്പ്രസ് ചെയ്തത്. അത് ആക്ച്വലി ഞാൻ ആദ്യത്തെ തവണ അത് കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒരു മിസ്റ്റേക്കാണെന്ന് വിചാരിച്ചു. അത് 2-3 തവണ ആയപ്പോഴാണ് പുള്ളിക്കാരത്തെ മനഃപൂർവ്വം അതൊരു ഇതായിട്ട് യൂസ് ചെയ്തതാണ്. അതേപോലെ തന്നെ ആ സട്ടിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം, ആ ടോക്കൺ വിളിക്കുമ്പോൾ മകൻ ആ ഓർമ്മയിലിരിക്കുകയും അവനെ ഇവർ കൈകൊണ്ട് തട്ടുന്നുണ്ട്. അതൊക്കെ വളരെ നാച്ചുറലാണ്. അതൊക്കെ ഒരു ബോൺ ആക്ടറിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒട്ടും ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടോ കൈകൊണ്ടൊന്നും തട്ടിയേക്കാം, പക്ഷേ ആ തട്ടലെന്ന് പറയുന്നത് വളരെ നാച്ചുറലായിട്ടാണ് അത് ചെയ്തത്. ഈ കണ്ണിൽ നിന്ന് പിളയെടുക്കുന്നത് ഡയറക്ടറുടെ സജഷൻ ആയിരുന്നോ? നേരത്തെ പറഞ്ഞിരുന്നു. എനിക്ക് ഒരു മാനറിസം അത് ഡയറക്ടർ പറഞ്ഞ പോലെ സംഭവിച്ചാൽ ഒരു മാനറിസം കീപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു നേരത്തെ, ഫസ്റ്റ് പോലെ കീപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പം അതിന് ഇങ്ങനൊരു കാരണം ഉള്ളതുകൊണ്ട് ആ രീതിയിൽ പോയത് മാത്രമല്ല, ഇങ്ങനൊരു കാരണം കിടക്കുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും ചില ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഡയറക്ടേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത്. ഇവിടെ ഒരു ആക്ടറിൻ്റെ ഒരു ബ്രില്യൻസ് തന്നെ. പലപ്പോഴും ഡയറക്ടർ നമ്മളോടൊരു മാനറിസം പറഞ്ഞു കഴിയുമ്പോൾ
പല ആക്ടേഴ്സിനും അത് നമ്മളുടേതല്ലാത്തത് കൊണ്ട് അതിനോട് അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഈ ആക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അതായത് അവർക്ക് ഇമ്പൾസീവായിട്ട് വരില്ല. അവരുടെ ഇമ്പൾസ് ഫോളോ ചെയ്തിട്ടൊരു സാധനം പോലെ തോന്നുന്നു. ഒരിക്കലും ഒരു ഡയറക്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്ന ഒന്നുമില്ല ശരിക്കും. അതൊരു ബ്രില്യൻസ് ഒരു പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റിനാണ്. കാരണം അവരൊരു മാത്രം വെച്ചുകൊണ്ട് ഞാൻ സിനിമ ചെയ്തത്. ബാക്കി എല്ലാ ആൾക്കാരും മറ്റേ ആൾ ആ പ്രധാന മകൻ്റെ വേഷം ചെയ്ത ആളും നന്നായി ചെയ്തു. ആൾ ഒട്ടും ഓവർഡൂ ചെയ്തിട്ട് അയാൾ ജീവിതത്തിൽ ആദ്യത്തെ ക്യാമറ കാണുന്നതാണ്. അയാൾ പക്ഷേ ഒരു കൃത്യമായി അയാൾ ബിഹേവ് ചെയ്തേ ഉള്ളൂ. അയാൾ വേറെ ഒന്നും ചെയ്യില്ല. അയാൾ അഭിനയിച്ചായിട്ട് നമുക്ക് തോന്നുകയില്ല. പക്ഷേ എനിക്കിപ്പോഴും ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ് ടോക്കൺ നമ്പർ 7. അവരാണ് ടോക്കൺ നമ്പർ 7. അതെനിക്ക് മനസ്സിലായി. ഒരു കമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ മാർക്കറ്റിൽ വിൽപ്പന ചരക്കായി മാറിയത്. ആ വിൽപ്പന ചരക്കിനെ പിന്നീട് നമ്മൾ ഒരു പേര് പറഞ്ഞ് വിളിക്കാറില്ല, പിന്നെ നമ്പർ, അതായത് ഒരു ബാർകോഡ്. ആ ബാർകോഡാണ് സത്യത്തിൽ അതാണ് വിൽപ്പന മാറി ഞങ്ങൾ ടോക്കൺ നമ്പർ 7ലേക്ക് മാറി. ഇപ്പോൾ നിലമ്പൂർ ഐഷ പോലെയുള്ള ഒരു ആക്ട്രസിൻ്റെ ഒരു ഭയങ്കര പ്രസൻസ് ചെയ്യുന്നത്. നിലമ്പൂർ ഐഷ തന്നെ മറ്റൊരു വലിയ ഫിലിമിൻ്റെ സബ്ജക്റ്റാണ്. ഒരു ചരിത്രം എന്താ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആയാലും നാടക പ്രസ്ഥാനങ്ങളുടെ ആണെങ്കിലും ഒരു കാലഘട്ടം വായിച്ചെടുക്കേണ്ട ജീവിതമാണ്. അങ്ങനെ വലിയൊരു ചരിത്രം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ശിവ സാർ, ടോക്കൺ നമ്പർ 7 എന്ന ഷോർട്ട് ഫിലിമിൻ്റെ മാർക്ക് അറിയാൻ വന്നിരിക്കുകയാണ്. സുനീഷ്, നമ്മളുടെ സംസാരം എല്ലാം നമ്മൾ എല്ലാ വികാരങ്ങളും പങ്കുവെച്ചു. അതിൻ്റെ മുഴുവൻ ഇതോടുകൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് ആണ് നമ്മൾ മാർക്കിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും എന്താ കോൺസെപ്റ്റ് വന്നതാണെങ്കിൽ അതിൻ്റെ വേറൊരു ഡയമെൻഷനിലേക്ക് കൂടി ടച്ച് ചെയ്തു എന്നുള്ളത് കൊണ്ടിട്ട് ആ കോൺസെപ്റ്റിന് 7 മാർക്സാണ് ഔട്ട് ഓഫ് 10 നമ്മൾ കണക്കാക്കുന്നത്. ആ കോൺസെപ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസിൽ പിന്നെ സിനിമോട്ടോഗ്രാഫി, എഡിറ്റ്, സൗണ്ട് ഉപയോഗിച്ചേക്കുന്നത് അതെല്ലാം ആ സബ്ജക്റ്റിന് ചേരുന്നു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോയിട്ടില്ല എന്നുള്ളൊരു ഇത് കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 6 മാർക്സ് എങ്കിൽ പോലും 60% മാർക്സ് അതിനും തരികയാണ്. പിന്നെ എടുത്ത് പറയേണ്ട എല്ലാ ജൂറി എല്ലാവർക്കും ഒരേപോലെ ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് സൈഡ്, ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് സൈഡ്, അശ്വത്തയുടെ ആണെങ്കിലും ഡോക്ടറുടെ ആണെങ്കിലും ആ ഒരു പെർഫോമൻസ് സൈഡിൽ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത തരത്തിൽ അതിന് 80% മാർക്കാണ് അതിന് ടോട്ടൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടെക്നിക്കൽ സൈഡ് 33% ആണ്, ഡയറക്ഷന് 25%, അങ്ങനെ 58 മാർക്സാണ് 100-ൽ ഇതിന് തരുന്നത്. അവാൻഗാർഡ് പവേഡ് ബൈ ജോസ്കോ ജ്വല്ലേഴ്സിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് സുനീഷ് MP സംവിധാനം ചെയ്ത ടോക്കൺ നമ്പർ 7 എന്ന ഷോർട്ട് ഫിലിമാണ്. സുനീഷ് ചേട്ടന് ജഡ്ജസ് കൊടുത്തിരിക്കുന്ന മാർക്ക് 58 ഔട്ട് ഓഫ് 100. ഇനി നിങ്ങൾ പ്രേക്ഷകർ മാർക്ക് കൊടുക്കേണ്ട സമയമാണ്. നിങ്ങളുടെ മാർക്ക് ഔട്ട് ഓഫ് 10 എത്രയാണെന്ന് മീഡിയ വണ്ണിൻ്റെ വെബ്സൈറ്റ്, ഇമെയിൽ ID, ഫേസ്ബുക്ക് പേജ് ഇതിലൂടെ ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ. എങ്ങോട്ട് കൊണ്ടത്? അങ്ങോട്ട്